മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബനിലെ അഭിനേത്രിയും റഷ്യക്കാരിയുമായ ഡയാന മലയാളത്തിന്റെ മരുമകളായി. ഞായറാഴ്ച രാവിലെ ചിന്മയ മിഷന്റെ നവഗ്രഹ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മലയാളിയായ വിപിൻ ഡയാനയെ താലി ചാർത്തിയതോടെയാണ് മോസ്കോ സ്വദേശിയായ ഡയാന കേരളത്തിന്റെ മരുമകളായത്. ചേറൂർ കഴുപ്പുറത്ത് രമാദേവിയുടെയും കുന്നംപുള്ളി ചന്ദ്രശേഖരന്റെയും മകൻ വിപിനും മോസ്കോയിലെ വിക്ടർ നസനോവിന്റെയും ലിഡിയ നാസനോവിന്റെയും മകൾ ഡയാനയുമാണ് മതവും സംസ്കാരവും രാജ്യവും വേർതിരിക്കാത്ത പുതിയ ജീവിതത്തിലേക്ക് കടന്നത്. ഡയാനയുടെ ബന്ധുക്കളായ 15 പേരും വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള തനിമ ഒട്ടും ചോരാതെയായിരുന്നു വിവാഹം നടന്നത്. കേരളീയ വസ്ത്രങ്ങളാണ് ചടങ്ങിൽ ധരിച്ചിരുന്നത്. വധുവും കേരളീയ വേഷത്തിലായിരുന്നു. മോഡലും ചലച്ചിത്ര നടിയും യോഗ പരിശീലകയുമായ ഡയാന കളരിയിലും പ്രഗത്ഭയാണ്. ടിബറ്റൻ സൗണ്ട് ഹീലിംഗ് പരിശീലകയുമാണ് ഡയാന. മോസ്കോയിലും ഇന്ത്യയിലുമായിട്ടായിരുന്നു ഡയാന ഭരതനാട്യവും മറ്റും പഠിച്ചത്. മോസ്കോയിൽ ഭരതനാട്യം പഠിപ്പിക്കുന്നുമുണ്ട്. കേരളത്തെയും കേരളത്തിന്റെ സാംസ്കാരിക കലാ സവിശേഷതകളെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഡയാനയ്ക്ക് കേരളീയ ഭക്ഷണവും പ്രിയപ്പെട്ടതാണ്. കലയിലും ആയോധന കലകളിലും സമാനമായ താല്പര്യങ്ങളുള്ള വിപിനും ഡയാനയും 7 വർഷം മുൻപ് ഒരു സാംസ്കാരിക പരിപാടിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഡയാനയ്ക്ക് മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകൾ കുറച്ചൊക്കെ അറിയാം. അതേസമയം ഡയാന അഭിനയിച്ച മോഹൻലാൽ സിനിമ മലൈക്കോട്ടെ വാലിബൻ ജനുവരിയിൽ റിലീസാകും. നേരത്തെ ഷീമാട്ടിക്ക് വേണ്ടി ഡയാന മോഡലായിട്ടുണ്ട്. മുംബൈയിൽ വെൽനസ് കേന്ദ്രത്തിൽ കളരി, ജൂഡോ, യോഗ തുടങ്ങിയവയുടെ പരിശീലകനാണ് വിപിൻ. അന്തരിച്ച പ്രമുഖ പത്രപ്രവർത്തകൻ MR നായരുടെ ചെറുമകനുമാണ്. പെരിങ്ങാവ് ചാക്കോളാസ് പാലസിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ വധൂവരന്മാർ പരസ്പരം മോതിരം കൈമാറി. മാലകൾ അണിഞ്ഞു. വാദ്യഘോഷത്തോടെയായിരുന്നു ചടങ്ങുകൾ. തൃശൂരിന്റെ മരുമകളായ ഡയാനയെയും വിപിനെയും അനുഗ്രഹിക്കാനായി ഒട്ടേറെ പേരെത്തിയിരുന്നു. അതേസമയം മലൈക്കോട്ടെ വാലിബന്റേതായി പുറത്തിറങ്ങിയ ആദ്യ ഗാനവും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ആരാധകരെ ആവേശം കൊള്ളിക്കാനുള്ള അപ്ഡേറ്റുകളുമായാണ് മലൈക്കോട്ടെ വാലിബൻ ടീം എത്തുന്നത്. ആരാധകരുടെ ആ കാത്തിരിപ്പിന് താളമേകുന്നതിനായാണ് ചിത്രത്തിന്റെ ആദ്യ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീകുമാറും അഭയ ഹിരൺമയിയും ചേർന്നാണ്. മനോഹരമായ വരികൾ എഴുതിയിരിക്കുന്നത് PS റഫീഖ് ആയിരുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ്. മോഹൻലാലിന് പുറമെ സൊനാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഹരീഷ് പേരടി, കഥാനന്ദി, ഡാനിഷ് സെയ്ദ്, മണികണ്ഠൻ ആചാരി, ഹരിപ്രശാന്ത് വർമ്മ, രാജീവ് പിള്ള, സുചിത്ര നായർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. PS റഫീഖിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 130 ദിവസം കൊണ്ടാണ് പൂർത്തിയായത്. രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലായിരുന്നു മലൈക്കോട്ടെ വാലിബന്റെ ചിത്രീകരണം നടന്നത്. ഷിബു ബേബി ജോൺ, അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ്, കൊച്ചുമോന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ്, അനൂപിന്റെ മാക്സ് ലാബ്, വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് മലൈക്കോട്ടെ വാലിബന്റെ നിർമ്മാതാക്കൾ. 130 ദിവസങ്ങളിൽ രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലായാണ് മലൈക്കോട്ടെ വാലിബന്റെ ഷൂട്ടിംഗ് പൂർത്തിയായത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് PS റഫീഖാണ്. ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ്. ദീപു ജോസഫ് എഡിറ്റിംഗ് ഒരുക്കുന്ന ചിത്രത്തിന്റെ മേക്കപ്പ് റോണക് സേവ്യർ കൈകാര്യം ചെയ്തിരിക്കുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായാണ് മലൈക്കോട്ടെ വാലിബൻ റിലീസാകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.